നമസ്കാരം. ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വേദിക്ക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നിദേവൻ ദേവതയായുള്ള സൂര്യൻ നക്ഷത്രാധിപനായുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. മേടം രാശിയിൽ ഒരു പാദവും ഇടവം രാശിയിൽ 3 പാദങ്ങളുമായി നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന വർഷം അഗ്നിശുദ്ധി വരുത്തിയതുപോലെ തിളങ്ങാൻ സാധിക്കുമോ? 2026 നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ജ്യോതിഷ വിശകലനം നമുക്ക് നോക്കാം. ഗ്രഹനിലയും പൊതുസ്വഭാവവും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്നത് അവരുടെ വ്യക്തിത്വത്തിലും ജീവിത സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന വർഷമാണ്. അഗ്നിദേവൻ ദേവതയായും സൂര്യൻ നക്ഷത്രാധിപനായും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്വതവേയുള്ള നേതൃത്വ പാഠവും ആത്മവിശ്വാസവും ഈ വർഷം പുതിയ തലങ്ങളിലേക്ക് ഉയരും. 2026 തുടക്കത്തിൽ ശനി മീനം രാശിയിലേക്ക് മാറുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന മാനസികമായ ഭാരങ്ങളെയും അനാവശ്യ ഭയങ്ങളെയും ദൂരീകരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് ഒരു വലിയ മോചനമായി അനുഭവപ്പെടും. വർഷത്തിൻ്റെ മധ്യത്തോടെ വ്യാഴം അതിൻ്റെ ഏറ്റവും ബലവത്തായ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിൽ അഭൂതപൂർവമായ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരും. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം വിദ്യ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ വലിയ അഭിവൃദ്ധി നൽകും. സൂര്യൻ്റെ ആധിപത്യമുള്ളതിനാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു രാജകീയമായ വ്യക്തത കൈവരികയും ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിസ്വാധീനങ്ങൾ ഉള്ളതിനാൽ ഒരേ സമയം ധൈര്യവും സർഗാത്മകതയും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഗ്രഹഗതികൾ അനുകൂലമാകുന്ന ഈ വേളയിൽ അമിതമായ ദേഷ്യവും ധൃതിയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ സൂര്യനെപ്പോലെ തിളങ്ങാൻ സാധിക്കുന്ന ഒരു അപൂർവ വർഷമായിരിക്കും 2026. കരിയറും തൊഴിൽ മേഖലയും. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 കരിയറും തൊഴിൽ മേഖലയും വിശകലനം ചെയ്യുമ്പോൾ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ് മുന്നിലുള്ളതെന്ന് കാണാം. നക്ഷത്രാധിപനായ സൂര്യൻ്റെ സ്വാധീനം നിമിത്തം ഭരണപരമായ കാര്യങ്ങളിലും നേതൃസ്ഥാനങ്ങളിലും തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ശനി മീനം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽ രംഗത്ത് ചില പുതിയ ഉത്തരവാദിത്തങ്ങളും അധിക ജോലിഭാരവും കൊണ്ടുവന്നേക്കാമെങ്കിലും അത് നിങ്ങളുടെ കരിയറിലെ വലിയൊരു വളർച്ചയ്ക്കുള്ള ചവിട്ടുപടിയായി മാറും. ജൂൺ മാസത്തോടെ വ്യാഴം ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങുകയും സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം സവിശേഷമായ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവ് ഏറ്റവും അനുയോജ്യമാണ്. ഈ സമയത്ത് നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും 2026 രണ്ടാം പകുതിയിൽ അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ സ്വാധീനമുള്ളതിനാൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസം മൂലം മേലുദ്യോഗസ്ഥരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. ചുരുക്കത്തിൽ അലസത വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊയ്യാവുന്ന വർഷമായിരിക്കും 2026.
പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 രണ്ടാം പകുതി വളരെ അനുകൂലമാണ്. ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിത ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായി ചെയ്തുവരുന്ന ബിസിനസ്സുകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നത് വിജയത്തിന് വഴി തുറക്കും. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും 2026 ഒരു വഴിത്തിരിവായിരിക്കും. വ്യാഴം ഉച്ചരാശിയിലേക്ക് മാറുന്ന ജൂൺ മാസത്തിന് ശേഷം വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും യാത്രാരേഖകൾ വേഗത്തിൽ ശരിയാകുകയും ചെയ്യും. ബിസിനസ് ആവശ്യങ്ങൾക്കായി ദൂരദേശങ്ങൾ സന്ദർശിക്കാനും അവിടെ പുതിയ വിപണികൾ കണ്ടെത്താനും ഈ വർഷം സുവർണാവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 സാമ്പത്തിക സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യാവുന്ന ഒരു വർഷമാണ് ഇതെന്ന് കാണാം. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ബജറ്റ് പ്ലാനിംഗ് ആവശ്യമാണ്. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ തിരികെ ലഭിക്കുകയും ചെയ്യും. ഭൂമി, സ്വർണം എന്നിവയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. പിതൃസ്വത്തോ മറ്റു പാരമ്പര്യ സ്വത്തുക്കളോ ലഭിക്കാനുള്ള സാധ്യതയും ഈ വർഷം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വലിയ തുകകൾ കടം നൽകുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്നതോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ലഭിക്കുമെങ്കിലും ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണം. കാർത്തിക നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആത്മവിശ്വാസത്തോടെയും എന്നാൽ മിതവ്യയത്തോടെയും നീങ്ങാൻ സാധിക്കുന്ന ഒരു മികച്ച വർഷമായിരിക്കും 2026. കുടുംബവും ബന്ധങ്ങളും. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 കുടുംബജീവിതവും ബന്ധങ്ങളും വിശകലനം ചെയ്യുമ്പോൾ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമാണ് മുന്നിലുള്ളതെന്ന് കാണാം. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിമിത്തം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അകൽച്ച മാറാനും ഈ വർഷം സഹായിക്കും. അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വിവേകപൂർവമായ ഇടപെടലുകളിലൂടെ അവ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് 2026 രണ്ടാം പകുതി വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പ്രത്യേകിച്ച് പിതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് വലിയ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കും. വീട് മാറാനോ പുതിയ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. എങ്കിലും സൂര്യൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ സംസാരത്തിൽ പ്രകടമായേക്കാവുന്ന കാർക്കശ്യം ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവത്തോടെ നീങ്ങിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പ്രത്യേകിച്ച് വീട്ടുകാരുടെ എതിർപ്പുകൾ നിലനിന്നിരുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പങ്കാളിയുമായി പിണക്കത്തിലോ അകൽച്ചയിലോ ഉള്ളവർക്ക് പരസ്പര ധാരണയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബന്ധം പുതുക്കാനും സാധിക്കും. എന്നാൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്വാധീനം നിമിത്തം അനാവശ്യമായ വാശിയും ഈഗോയും ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് യാദൃശ്ചികമായ യാത്രകളിലൂടെയോ സൗഹൃദങ്ങളിലൂടെയോ പുതിയൊരു പ്രണയബന്ധം ഉടലെടുക്കാനും അത് ജീവിതത്തിൽ
വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കാനും ഈ വർഷം സാധ്യത കാണും. ആരോഗ്യവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും നക്ഷത്രാധിപനായ സൂര്യൻ അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ കണ്ണിനും പല്ലിനും ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ശനി മീനം രാശിയിലേക്ക് മാറുന്നതിനാൽ സന്ധിവേദനയോ കാലുകൾക്ക് അമിതമായ ക്ഷീണമോ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ. സൂര്യൻ്റെ പ്രഭാവമുള്ളതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ധ്യാനമോ യോഗയോ ശീലിക്കുന്നത് ഉത്തമമാണ്. അമിതമായ ദേഷ്യം രക്തസമ്മർദ്ദത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ വൈകാരിക നിയന്ത്രണം അത്യാവശ്യമാണ്. ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നതും ആദിത്യഹൃദയം ജപിക്കുന്നതും ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകാൻ സഹായിക്കും. വിദ്യാഭ്യാസം. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 വിദ്യാഭ്യാസ മേഖല ജ്യോതിഷപരമായി വളരെ ഉന്നതമായ നിലയിലാണ് കാണപ്പെടുന്നത്. നക്ഷത്രാധിപനായ സൂര്യൻ ബുദ്ധിയുടെയും തേജസ്സിൻ്റെയും പ്രതീകമായതിനാൽ പഠനകാര്യങ്ങളിൽ സവിശേഷമായ ഏകാഗ്രത പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വർഷം വിദ്യയുടെ കാരകനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വിജ്ഞാനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു നൽകും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച വിഷയം തന്നെ പഠിക്കാൻ സാധിക്കുകയും പ്രവേശന പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. ഗവേഷണ രംഗത്തും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം പുതിയ കണ്ടെത്തലുകൾ നടത്താനും അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഈ വർഷം തെളിയുന്നുണ്ട്. എങ്കിലും രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം നിമിത്തം ഇടയ്ക്ക് പഠനത്തിൽ ചെറിയ മടുപ്പോ അലസതയോ തോന്നാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഒരു ടൈം ടേബിൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. സരസ്വതി ദേവിയെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ നിങ്ങളെ സഹായിക്കും. കാർത്തിക നക്ഷത്രം 4 പാദങ്ങളുടെ വിശകലനം. കാർത്തിക നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും മേടം, ഇടവം എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ 2026 ഫലങ്ങളിൽ ഓരോ പാദക്കാർക്കും വ്യത്യാസങ്ങൾ പ്രകടമാണ്. 1-ാം പാദത്തിൽ മേടക്കൂറ് ജനിച്ചവർക്ക് ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്വാധീനം നിമിത്തം ഈ വർഷം വലിയ ആത്മവിശ്വാസവും ഭരണപരമായ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ശനി മീനം രാശിയിലേക്ക് മാറുന്നത് ഇവർക്ക് മാനസികമായ ആശ്വാസവും ശത്രുക്കളിൽ നിന്നുള്ള മോചനവും നൽകുന്നതാണ്. 2-ാം പാദത്തിൽ ഇടവക്കൂറ് ജനിച്ചവർക്ക് ശുക്രൻ്റെ പ്രഭാവത്താൽ സാമ്പത്തികമായ ഉന്നതിയും കലാപരമായ മേഖലകളിൽ വലിയ പുരോഗതിയും ഉണ്ടാകും. വ്യാഴം ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ വിദേശയാത്രകൾക്കും ആഡംബര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇവർക്ക് സാഹചര്യങ്ങൾ ഒത്തുവരും. 3-ാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും ഏറ്റവും അനുയോജ്യമായ സമയമാണ് 2026. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കാനും സന്താനഭാഗ്യം പോലുള്ള മംഗളവാർത്തകൾ ശ്രവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ടാകും. 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ലഭിക്കുകയും
സാമൂഹികമായ അംഗീകാരങ്ങളും പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കാനുള്ള അവസരങ്ങളും ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ 4 പാദക്കാർക്കും തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നൽകുന്ന സവിശേഷമായ ഭാഗ്യാനുഭവങ്ങൾ 2026 സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനുവരി മുതൽ ഏപ്രിൽ വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശനി മീനം രാശിയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ രംഗത്ത് ചില സ്ഥാനചലനങ്ങളോ അധിക ഉത്തരവാദിത്തങ്ങളോ ഉണ്ടായേക്കാം. സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ മോശമില്ലാതെ മുന്നോട്ട് പോകും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൂര്യൻ മേടരാശിയിൽ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ആത്മവീര്യവും നേതൃത്വ പാടവവും പ്രകടമാകും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും തൊഴിലന്വേഷകർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മുതൽ ഓഗസ്റ്റ് വരെ വർഷത്തിലെ ഏറ്റവും ഭാഗ്യനിർഭരമായ കാലയളവാണിത്. ജൂൺ മാസത്തോടെ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും. സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുകയും ചെയ്യും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസങ്ങളിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. വർഷത്തിൻ്റെ അവസാന പാദത്തിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നേട്ടങ്ങൾ നിലനിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ജാഗ്രത പാലിക്കണം. അനാവശ്യമായ ആഡംബര ചെലവുകൾ ഈ സമയത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നവംബർ മാസത്തിൽ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും കൂടുതൽ ഊഷ്മളത അനുഭവപ്പെടും. ഡിസംബർ മാസത്തോടെ വർഷം അവസാനിക്കുമ്പോൾ ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കിയ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ വർഷാവസാനം കാർത്തിക നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഡിസംബറിൽ അല്പം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. കാർത്തിക നക്ഷത്രത്തിൻ്റെ 2026 സമ്പൂർണ്ണ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മാറ്റങ്ങളുടെയും വലിയ നേട്ടങ്ങളുടെയും ഒരു വർഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. നക്ഷത്രാധിപനായ സൂര്യൻ നൽകുന്ന ആത്മവിശ്വാസവും വർഷമധ്യത്തോടെ വരുന്ന വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുകൂലമായ സ്വാധീനം ചെലുത്തും. തുടക്കത്തിൽ ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും നിശ്ചയദാർഢ്യത്തോടെയും ഈശ്വരചിന്തയോടെയും മുന്നോട്ടു പോയാൽ കരിയറിലും കുടുംബജീവിതത്തിലും സമാനതകളില്ലാത്ത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ദേഷ്യവും ധൃതിയും നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ഈ വർഷം നിങ്ങൾ പാലിക്കേണ്ട പ്രധാന ജാഗ്രത. ഓർക്കുക, നക്ഷത്രങ്ങൾ വെറുമൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും ഈശ്വരവിശ്വാസവുമാണ് എല്ലാറ്റിനും മുകളിലുള്ള ശക്തി. നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് ഫലങ്ങളെ ഈശ്വരൻ്റെ അനുഗ്രഹമായി സ്വീകരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ഊർജവും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിന് ഒരു ദക്ഷിണയായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ കുറഞ്ഞത് 5 വാട്സപ്പ് ഗ്രൂപ്പുകളിലെങ്കിലും ദയവായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങൾക്ക് തുടർന്നും മികച്ച ഉള്ളടക്കം നൽകാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് ശുഭകരമായ ഒരു 2026 ആശംസിക്കുന്നു. നന്ദി.